മാക്കൂട്ടം ചുരം അന്തർസംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര ദുരിതമായി മാറുന്നു. റോഡിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത വിധം നിറയെ കുഴികളാണ്. കൂട്ടുപുഴ മുതൽ പെരുമ്പാടി വരെയുള്ള 10 കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. 6 മാസം മുൻപ് മാക്കൂട്ടം ചുരം അന്തർസംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണിക്കായി 16 കോടി രൂപ അനുവദിച്ചിരുന്നു. ഭാഗിക അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവെങ്കിലും ഇപ്പോൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. കരാറുകാരൻ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിപ്പോയതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യാത്രക്കാർ. കൂട്ടുപുഴ മുതൽ പെരുമ്പാടി വരെയുള്ള 10 കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ മഴയ്ക്ക് മുൻപ് തന്നെ ടാറിംഗ് ഇളകി ചെറിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. മഴയ്ക്ക് മുൻപ് കുഴിയടയ്ക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായില്ല. കാലവർഷം തുടങ്ങിയതോടെ ചെറിയ കുഴികളെല്ലാം വലിയ കുഴികളായി മാറി. വീണ്ടും കാലവർഷം എത്താനിരിക്കെ അനുവദിച്ച പണം പോലും ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല. ദിനംപ്രതി നൂറുകണക്കിന് യാത്രാവാഹനങ്ങളും അതിൽ കൂടുതൽ ചരക്ക് വാഹനങ്ങളും കടന്നുപോകുന്നതാണ് ഈ പാത. വീരാജ്പേട്ട മുതൽ പെരുമ്പാടി വരെയുള്ള ഭാഗം മഴയ്ക്ക് മുൻപ് നവീകരിച്ചെങ്കിലും ചുരം റോഡിനെ അവഗണിക്കുകയായിരുന്നു. ഇപ്പോൾ പെരുമ്പാടി മുതൽ 2 കിലോമീറ്ററും മെതിയടിപ്പാറ മുതൽ 6 കിലോമീറ്ററും നവീകരിക്കാനാണ് 16 കോടി അനുവദിച്ചത്. ഇവിടങ്ങളിൽ റോഡിന്റെ അരികുകൾ ബലപ്പെടുത്തി കല്ല് പാകിയിട്ട് മാസങ്ങളായി. മാക്കൂട്ടം വനം ചെക്ക് പോസ്റ്റ് മുതൽ സംസ്ഥാന അതിർത്തിയായ കൂട്ടുപുഴ പാലം വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു. മഴയ്ക്ക് മുൻപ് താൽക്കാലിക അറ്റകുറ്റപ്പണി പോലും നടത്തിയില്ലെങ്കിൽ മഴക്കാലത്തും ഇതുവഴിയുള്ള യാത്രാ ദുരിതം ഇരട്ടിയാകും. വർഷങ്ങൾക്ക് മുൻപ് നവീകരണം നടത്തിയ ശേഷം 16 കിലോമീറ്റർ വരുന്ന ചുരംപാതയിൽ പൂർണ്ണതോതിലുള്ള നവീകരണം ഉണ്ടായിട്ടില്ല. പരാതികൾ ഉയരുമ്പോൾ വലിയ കുഴികൾ അടച്ചുപോകുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. അന്തർസംസ്ഥാന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവും നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാന വർധനവും ഈ പാതയുടെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.